മൂന്നാറിൽ നാശം വിതച്ച് നാട്ടുകാരെ വിറപ്പിച്ച് നടക്കുന്ന പടയപ്പ. തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോൾ പേടി സ്വപ്നമാണെങ്കിലും പലപ്പോഴും പടയപ്പ ആനച്ചന്തത്തിന്റെ ആസ്വാദകരമായ കാഴ്ചയായി മാറാറുണ്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി. മൂന്നാർ എന്ന് കേട്ടാൽ ഏറ്റവും അധികം ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് കാടിറങ്ങി നാട്ടിൽ വിലസുന്ന പടയപ്പ. കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ നാട്ടിൽ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളി കുടുംബങ്ങൾക്ക് പടയപ്പ വലിയ ആശങ്കയായി മാറാറുണ്ട്. എന്നാൽ ഏറെ നീണ്ട കൊമ്പുകളും വിടർന്ന മസ്തകവുമൊക്കെയുള്ള പടയപ്പയുടെ ആനച്ചന്തത്തിന് ആരാധകരും ഏറെ. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകരുണ്ട്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച് തീറ്റ തേടിയ പടയപ്പ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു. റീൽസുകളിലും വാർത്തകളിലും മാത്രം കണ്ടറിഞ്ഞ പടയപ്പയുടെ ആനച്ചന്തം ഏറെ ദൂരെയല്ലാതെ നിന്ന് കണ്ടറിഞ്ഞത് സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി. ലയങ്ങൾ കരികിലൂടെ ചുറ്റിത്തിരിയുമെങ്കിലും പടയപ്പ മുമ്പ് പറയത്തക്ക രീതിയിൽ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുമുണ്ട്. മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ ആക്രമണ സ്വഭാവം പുറത്തെടുക്കാറ്. തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കൊമ്പനാണ് പടയപ്പയെങ്കിലും കാലം എത്രത്തോളം മനുഷ്യർക്കിടയിലൂടെ അതിജീവനത്തിനായി ചുറ്റിത്തിരിയുന്ന പടയപ്പയോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല, മൂന്നാറിലെ തൊഴിലാളി കുടുംബങ്ങൾക്കും തെല്ലൊരു മാനസിക അടുപ്പം ഉണ്ടായിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ.